NSS നേതൃത്വത്തെ അനുനയിപ്പിക്കാൻ BJP നീക്കം. പെരുന്നയിലെ NSS ആസ്ഥാനത്തെത്തി BJP നേതാവ് PS ശ്രീധരൻപിള്ള G സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തി. സൗഹൃദ സന്ദർശനമെന്നായിരുന്നു G സുകുമാരൻ നായരുടെ പ്രതികരണം. NSS ഒരിക്കലും BJPക്കെതിരല്ലെന്ന് PS ശ്രീധരൻപിള്ള പറഞ്ഞു. കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ BJPയെ വിമർശിച്ചത്. രാഷ്ട്രീയ പാർട്ടികളോട് സമദൂരം സ്വീകരിക്കുമ്പോഴും ഈ വിമർശനം BJPക്ക് വലിയ തിരിച്ചടിയായി. ഇതോടെയാണ് അനുനയ നീക്കത്തിന് BJP നേതൃത്വം ശ്രമം തുടങ്ങിയത്. സുകുമാരൻ നായരുമായി വ്യക്തിബന്ധം കാത്തുസൂക്ഷിക്കുന്ന അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള തന്നെയാണ് ആദ്യം എത്തിയത്. സൗഹൃദ സന്ദർശനമായിരുന്നുവെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സുകുമാരൻ നായർ പറഞ്ഞു. സൗഹൃദ സന്ദർശനമായിരുന്നു. അത് പുതുതായിട്ട് എഴുതിയ 2 പുസ്തകങ്ങളൊക്കെ എനിക്ക് തന്നു. വളരെ സന്തോഷമായിട്ട് സ്വീകരിച്ചു. ഞങ്ങൾ തമ്മിൽ ഇന്നല്ല, രാഷ്ട്രീയമായിട്ട് മാത്രമല്ല, വ്യക്തിപരമായിട്ടും ഇന്നലകളിലും ഞങ്ങൾ വളരെ സൗഹൃദത്തിൽ പോയിട്ടുള്ളവരാണ്. അതിൽ ഞാൻ അഭിമാനവും കൊള്ളുന്നുണ്ട്. സൗഹൃദ സന്ദർശനമാണെന്ന് പറയുമ്പോഴും കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയം ചർച്ച ചെയ്തുവെന്നാണ് വിവരം. NSSന് BJPയോട് അകൽച്ചയില്ലെന്ന് PS ശ്രീധരൻപിള്ള. NSS എന്നും ബ്ലെസ്സിങ്സ്, ഞങ്ങൾ പലർക്കും ബ്ലെസ്സിങ്സ് എൽക്കാലം തന്നിട്ടുള്ളവരാണ്. അതുകൊണ്ട് നന്ദിപൂർവ്വം അതിനെ സ്മരിക്കുന്നയാളാണ്. പിന്നെ സംസാരിക്കുന്ന കൂട്ടത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, അത് ഞാനിവിടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. BJP ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാലിനൊപ്പമാണ് ശ്രീധരൻപിള്ള എത്തിയതെന്നതും ശ്രദ്ധേയം. ശബരിമല സ്ത്രീ പ്രവേശനത്തിലും വികസനത്തിലുമാണ് BJPക്കെതിരെ സുകുമാരൻ നായർ വിമർശനം ഉന്നയിച്ചത്. കൂടാതെ സുരേഷ് ഗോപിയെയും വിമർശിച്ചിരുന്നു. NSSും SNDPയും തമ്മിലുള്ള ഐക്യം നിർണായക രാഷ്ട്രീയ നീക്കത്തിന് വഴിവെക്കും. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇരുകൂട്ടരെയും ഒപ്പം നിർത്താനുള്ള നീക്കമാണ് BJP നടത്തുന്നത്. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.